സ്കൂളിൽ നിന്ന് ടൂർ പോണത്? അതെ. അതുകൊണ്ട് 3 ദിവസം നിങ്ങൾ ശല്യം ഉണ്ടാവില്ലല്ലേ? അതന്നെ, 3 ദിവസം നിങ്ങൾ ശല്യം ഞങ്ങൾക്ക് ഉണ്ടാവൂല. ഇനി പോക്കറ്റ് മണി വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വാ. നിങ്ങൾക്ക് ഒലക്ക് തരുന്നേ. നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നന്നായി. ഇപ്പോഴാ പോക്കറ്റ് മണിന്റെ കാര്യം ഓർമ്മ വന്നത്. അതന്നെ, ഞങ്ങൾക്കും പോക്കറ്റ് മണി വേണം. തൽക്കാലം എൻ്റെ അടുത്ത് പോക്കറ്റും ഇല്ല, മണിയില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾക്ക് പോക്കറ്റ് മണി എന്തായാലും വേണം. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. എൻ്റെ അടുത്ത് 5ന്റെ പൈസ അല്ല. 5ന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട, 500 രൂപ ഞങ്ങൾക്ക് മതി. ഇവിടെ ഒരു കുഴിമന്തി വാങ്ങാൻ പോലും പൈസ ഇല്ലാതിരിക്കാൻ ഞാൻ. അപ്പോഴാ നിങ്ങളൊരു 500 രൂപ. നിങ്ങൾക്ക് ഈ കുഴിമന്തിന്റെ ചിന്ത തന്നെ ഉള്ളോ? അല്ല, എനിക്ക് കുഴിമന്തിന്റെ മാത്രമല്ല, എനിക്ക് ബിരിയാണിന്റെ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ചിന്ത ഉണ്ട്. പക്ഷെ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഇതിപ്പോ നിങ്ങളെ തീറ്റനെ കുറിച്ചുള്ള ചർച്ചയാണോ അതോ ഞങ്ങളെ പോക്കറ്റ് മണിക്കുള്ള ചർച്ചയാണോ? ഞാൻ എന്റെ തീറ്റനെ കുറിച്ച് ചിന്തിക്കണത്. അത് പിന്നെ ഞാനല്ലാതെ നിങ്ങൾ ചിന്തിക്കുവോ? ഞങ്ങളവിടെ തിന്നിരുന്നോളി, ഞങ്ങളിപ്പോ ഇപ്പാനോട് ചോദിക്കട്ടെ. ഉമ്മാനോട് സംസാരിച്ചിട്ട് പൈസ കിട്ടിയതും ഇല്ല, സമയം പോവും ചെയ്തു. എന്നാ ഞങ്ങള് പോയി ഇപ്പാനോട് ചോദിക്കട്ടെ. ചെല്ലു, ഇപ്പൊ കിട്ടും. എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? അത് പിന്നെ ഇപ്പൊക്കെ സുഖം തന്നെയല്ലേ? ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇക്ക് സുഖത്തിനൊരു കുറവുമില്ല, നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. ഞങ്ങളൊരു കാര്യം ചോദിക്കാനാ വന്നത്. പൈസ അല്ലാത്ത എന്ത് കാര്യം ചോദിച്ചോ. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇവർക്ക് ടൂറ് പോവാൻ പോക്കറ്റ് മണി വേണത്രേ. പോക്കറ്റ് മണി ഞാൻ തരാം. കടുക് വാങ്ങാൻ പോലും പൈസ തരാത്ത നിങ്ങള് ടൂർ പോവാൻ പോക്കറ്റ് മണി കൊടുക്കുവോ? എന്റെ പുന്നാര മക്കളല്ലേ, ഞാൻ അവർക്ക് 3 ആൾക്കും പോക്കറ്റ് മണി ആയിട്ട് 5 രൂപ കൊടുക്കും. 5 രൂപ? 5 രൂപ കൊണ്ട് എന്ത് കിട്ടാനാണ്? 5 രൂപ കൊണ്ട് ഐസ്ക്രീം പോലും കിട്ടൂല. പണ്ട് ഞാൻ 5 രൂപക്ക് എന്തോരം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്നാലേ ഇപ്പൊ നടക്കൂല. ഇപ്പൊ എല്ലാ കടയിലും CCTV ഉണ്ട്. ഇന്ന് ഞാൻ 1 രൂപ കൂടി കൂട്ടിയിട്ട് 6 രൂപ തരാം. ഞങ്ങൾക്ക് 5 രൂപ 6 രൂപ എന്നല്ല വേണ്ടത്. പിന്നെ എത്രയാണ് വേണ്ടത്? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 500 രൂപ വീതം വേണം. 500 രൂപ? എന്താ നിങ്ങളെ ബോധം പോയോ? എന്തായാലും ഞങ്ങൾക്ക് 500 രൂപ വേണം. കൊടുക്കും. നിങ്ങളെ തല മാത്രല്ല പ്രായം വെക്കാൻ ബാക്കിയുള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ, പൈസ ഒപ്പിക്കാം. ഇപ്പൊ വെറുതെ പറഞ്ഞതായിരിക്കോ? അങ്ങനെ ആവൂല. എന്തായാലും പൈസ കിട്ടിയാ മതിയായിരുന്നു. ഇപ്പാടെ കയ്യില് പൈസ ഒക്കെ ഉണ്ട്, ഇപ്പൊ തരായിട്ടാ. അൻ്റെതല്ല ഇപ്പ, പിന്നെ പിഷ്കത്തര ഇല്ലാതിരിക്കോ? പിന്നെ നിങ്ങളുടെ ഇപ്പക്കാരാ? ഞാനൊരു വായ്ത്താളം പറഞ്ഞതാണേ, ഇനി അതുമ്മ പിടിച്ച് കയറണ്ട. നമ്മളെ വിഷയം ഇപ്പം അതൊന്നുമല്ല, പൈസയാണ് ഇപ്പൊ നമ്മളെ വിഷയം. 500 രൂപ കിട്ടിയാ മതിയായിരുന്നു. എന്നിട്ട് വേണമെങ്കിൽ അതുകൊണ്ട് മുഴുവൻ ഐസ്ക്രീം വാങ്ങി തിന്നാന്. എനിക്ക് തീറ്റ എന്നുള്ള വിചാരം തന്നെ ഉള്ളോ? അല്ലക്ക് തിന്നേണ്ട വിചാരം മാത്രമല്ല, കുടിക്കേണ്ട വിചാരം ഉണ്ട്. അതിനൊക്കെ ഞാന് 500 രൂപ കിട്ടിയ ആദ്യം ഞാനൊരു മേക്കപ്പ് ബോക്സ് വാങ്ങും. എന്തിട്ടാലും ഈ മോന്തപ്പത്തല്ലേ? അതെന്താണ് എന്റെ മോന്തക്ക് ഒരു കുഴപ്പം? എന്റെ മോന്തക്ക് കുഴപ്പേ ഉള്ളൂ. നിങ്ങൾ മേക്കപ്പ് ബോക്സ് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കോ, ഞാൻ അതൊന്നുമല്ല വാങ്ങണത്. ഇതെന്താ പിന്നെ ആറ്റം ബോബാണ് വാങ്ങണ്? അതൊന്നുമല്ല, ഞാനൊരു അടിപൊളി ലൈറ്റ് എത്തണ ഷൂ വാങ്ങും. കുണുവാവല്ലേ, ലൈറ്റ് എത്തണ ഷൂ ഇടാൻ പറ്റിയ പ്രായാണല്ലോ. എന്തെല്ലാരും കൂടി ഒരു ചർച്ച. 500 രൂപ ഞങ്ങൾക്ക് കിട്ടിയതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയതാ. അവിടെ സങ്കല്പിച്ചിരുന്നോ? ഞാൻ 10-15 കൊല്ലായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. ഇതുവരെ 10 രൂപ പോലും തന്നിട്ടില്ല. അത് നിങ്ങൾക്കല്ലേ, ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും തരും. കിട്ടിയാ മതിയായിരുന്നു. അഥവാ നിങ്ങൾക്ക് 500 രൂപ കിട്ടിയാലേ ഇക്കൊരു കമ്പിളി പതപ്പ് കൊണ്ടുകൊണ്ട് 500 രൂപക്ക് നിങ്ങൾക്ക് ഒരു കമ്പിളി പതപ്പല്ല, ഒരു പട്ടുസാരി കൊടുന്നേരാം. അത് ഞങ്ങൾക്ക് സാധനം വാങ്ങാൻ തന്നെ തികയൂല. 500 രൂപ കമ്പിളി പതപ്പിനൊന്നും തികയൂല. അതാരാ പറഞ്ഞത്? 500 രൂപക്ക് 2 കമ്പിളി പതപ്പ് കിട്ടും. 500 രൂപക്ക് 2 കമ്പിളി പതപ്പും വാങ്ങിയിട്ട് ബാക്കി പൈസ ബാങ്കിലും കൂടി ഇടാം. അല്ല പിന്നെ
ഇവിടെ ഞങ്ങൾക്ക് തന്നെ പൈസ തയ്യോന്നറിയില്ല. അപ്പോഴങ്ങളോട് കമ്പിളിപ്പതപ്പും പുതച്ചിരിക്കാൻ ഞങ്ങൾ ഊട്ടിലൊന്നല്ലല്ലോ ഇരിക്കണേ.